ഒരാൾ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ ഇന്ന് തീർച്ചയായും ദാനം ചെയ്യും. ഇതും പറഞ്ഞ് അയാൾ നടന്നു. അയാൾ നനച്ചതുപോലെ തന്നെ അന്ന് അയാൾ ദാനം നൽകുകയും ചെയ്തു. പക്ഷേ ഒരു കള്ളനായിരുന്നു അയാൾ ദാനം നൽകിയത്. അതറിഞ്ഞ ജനം പറഞ്ഞു, അയാൾ കള്ളനാണത്രേ. ആരെങ്കിലും കള്ളന് ദാനം കൊടുക്കുമോ? അതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? അത് കേട്ടപ്പോൾ അയാൾ പ്രതികരിച്ചു, അല്ലാഹുവേ, ഞാൻ ഇന്നും ദാനം ചെയ്തു. നിനക്കാണ് സർവസ്തുതിയും. അങ്ങനെ പിറ്റേ ദിവസവും അയാൾ ദാനം കൊടുത്തു. അതും വളരെയേറെ ഒച്ചപ്പാടുണ്ടാക്കി. കാരണം അന്ന് അയാൾ ദാനം നൽകിയത് ഒരു വേശ്യയ്ക്കായിരുന്നു. അതറിഞ്ഞതോടെ ജനത്തിൻ്റെ പരിഹാസം കൂടി. അവർ അയാൾക്ക് പിറകിൽ അയാളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, വേശ്യയ്ക്ക് ദാനം നൽകിയവൻ. ഹാ, എന്തൊരു വിചിത്രനായ ധർമ്മിഷ്ഠൻ! അയാൾ സഹിച്ചു, ക്ഷമിച്ചു, അള്ളാഹുവിനെ സ്തുതിച്ചു. എന്നിട്ടും അയാൾ തൻ്റെ കർമ്മം നിർത്തിയില്ല. പിറ്റേ ദിവസവും അയാൾ ദാനം ചെയ്യാനായി പുറത്തിറങ്ങി. ഭാഗ്യമോ നിർഭാഗ്യമോ എന്നറിയില്ല, അന്ന് അയാൾ ഒരു പണക്കാരനെയാണ് കണ്ടത്. അയാൾ അന്നത്തെ ദാനം ആ പണക്കാരൻ നൽകി. ഇതുകൂടി അറിഞ്ഞപ്പോൾ ജനം പരിഹാസത്തിൻ്റെ ഉച്ചിയിലെത്തി. അയാളെ കുഴയ്ക്കാൻ തുടങ്ങി. അയാൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴയവേ ജനം ഒന്നിച്ച് അയാളെ നോക്കി കൂവി, കള്ളനും വേശ്യയ്ക്കും പണക്കാരനും ദാനം നൽകിയ മൂഢൻ. അപ്പോഴും അയാൾ ക്ഷമിച്ചു. പിന്നെ അയാൾ സർവശക്തനായ അള്ളാഹുവിനോട് മനനൊന്തു പറഞ്ഞു, കള്ളനും വേശ്യയ്ക്കും പണക്കാരനും ദാനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അള്ളാഹുവേ, നിനക്ക് സ്തുതി. അത് കേട്ടപ്പോൾ ഒരാൾ ഇടയിൽ കയറി വന്ന് പതുക്കെ പറഞ്ഞു, വളരെ നല്ല കാര്യമാണ് നിങ്ങൾ ചെയ്തത്. നിങ്ങളുടെ ദാനം മൂലം കള്ളൻ കളവിൽ നിന്നും വേശ്യവൃത്തിയിൽ നിന്നും പിന്തിരിഞ്ഞേക്കാം. പണക്കാരനാണെങ്കിൽ അതൊരു പാഠവുമായിരിക്കും. കാരണം നാളെ അയാളും ദാനം ചെയ്യാൻ ഇത് ഇടയാക്കിയേക്കും. ആരെയും വില കുറച്ച് കാണരുത്. നാഥൻ സൽസ്വഭാവികളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.